Hi students, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒപ്റ്റിമിസ്റ്റിക് കൺകറൻസി കൺട്രോൾ ടെക്നിക്സ് ആണ്. സോ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കൺകറൻസി കൺട്രോളിംഗ് ടെക്നിക്സ് എന്ന് നോക്കാം. മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവാവുന്ന പ്രോബ്ലംസ്. ഓക്കെ, അതായത് ഒരു ഷെയർഡ് ഡേറ്റയെ ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവാവുന്ന പ്രോബ്ലംസ്. ആ പ്രോബ്ലംസ് ഒഴിവാക്കി ആസിഡ് പ്രോപ്പർട്ടി, ട്രാൻസാക്ഷൻ്റെ ആസിഡ് പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ആക്ച്വലി കൺകറൻസി കൺട്രോളിംഗ് ടെക്നിക്സ്. ഓക്കെ, അപ്പം ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം ഉണ്ടാവാം, ദെൻ ഡേർട്ടി റീഡ് പ്രോബ്ലം ഉണ്ടാവാം, ഇൻകറക്റ്റ് സമ്മറി പ്രോബ്ലം ഉണ്ടാവാം, ദെൻ അൺറിപ്പീറ്റബിൾ റീഡ് പ്രോബ്ലം ഉണ്ടാവാം. അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. ഫസ്റ്റ് വൺ ലോഗ് ബേസ്ഡ്, ദെൻ ടൈം സ്റ്റാമ്പ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒപ്റ്റിമിസ്റ്റിക് ആണ്. അപ്പം നമുക്ക് നോക്കാം. സോ ഒപ്റ്റിമിസ്റ്റിക് കൺകറൻസി കൺട്രോൾ ടെക്നിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരാനുള്ള മെയിൻ റീസൺ ലോക്കിംഗ് സ്കീമിനകത്തുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജസ് കൊണ്ടാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസ് ഓവർ ഹെഡാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺകറൻസി, അതായത് ഒരു കൺകറൻ്റായിട്ട് ഒരു ഷെയർ ഡേറ്റ ആക്സസ് ചെയ്യാനുള്ള പ്രിവിലേജ് ലോക്കിംഗ് ബേസ്ഡ് സ്കീമിനകത്തില്ല. ദെൻ ഇനി ലോക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഡെഡ് ലോക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവാം. അപ്പം ഡെഡ് ലോക്ക് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺകറൻസി ആക്ച്വലി കൺകറൻസി എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഇനി ഡെഡ് ലോക്ക് ഉണ്ടാകുമ്പോൾ ആക്ച്വലി ടൈം ഔട്ട്സ് ഒക്കെ ചെയ്യും. ടൈം ഔട്ട്, അതായത് പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് ടൈം ഔട്ടൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാക്റ്റീവ് പ്രോസസ്സിന് ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ല. ഇനി കാസ്കേഡിങ് അബൌട്ട്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ലോക്സിനെ റിലീസ് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ട്രാൻസാക്ഷൻസ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ആക്ച്വലി അവിടെ കൺകറൻസിയുടെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡിസഡ്വാൻറ്റേജസ് കൊണ്ടാണ് ഒപ്റ്റിമിസ്റ്റിക് കൺകറൻസി കൺട്രോൾ എന്ന് പറയുന്ന മെക്കാനിസം വന്നത്. ദാറ്റ് ഈസ് OCC. ഓക്കെ, ഇനി ലോക്ക് കണക്ക് തന്നെയാണ് OCC ഈസ് ഓൾസോ എ കൺകറൻസി കൺട്രോൾ മെത്തേഡ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻസ്. ഇനി OCC ക്കകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അസ്യൂംസ് ദാറ്റ് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ക്യാൻ ഫ്രീക്വൻ്റ്ലി കംപ്ലീറ്റ് വിത്തൗട്ട് ഇൻ്റർഫിയറിങ് ഈച്ച് അതർ. ഓക്കെ, ഇൻ്റർഫിയർ ചെയ്യാതെ തന്നെ വർക്ക് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഇനി OCCക്കകത്ത് ഓരോ ട്രാൻസാക്ഷനും 3 ഫേസസ് ആണുള്ളത്. വർക്കിംഗ് ഫേസ്, വാലിഡേഷൻ ഫേസ് ആൻഡ് അപ്ഡേറ്റ് ഫേസ്. അപ്പോൾ ഇത് ഓരോന്നും എന്തോന്ന് നോക്കാം. ഫസ്റ്റ് വൺ വർക്കിംഗ് ഫേസ്. വർക്കിംഗ് ഫേസിനകത്ത് എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ അതിനാവശ്യമായിട്ടുള്ള ഡേറ്റ ഐറ്റത്തിനെല്ലാം ഫെച്ച് ചെയ്യുന്നു മെമ്മറിയിൽ നിന്ന്, ദെൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഓരോ ട്രാൻസാക്ഷൻ്റെ കയ്യിലും ഒരു ടെൻറ്റേറ്റീവ് വേർഷൻ ഉണ്ടാവും. ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അല്ലെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ അപ്ഡേറ്റഡ് വാല്യൂ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവാവുന്നത്. അതായത് ലാസ്റ്റ് കമ്മിറ്റഡ് ആയിട്ടുള്ള വേർഷൻ്റെ വാല്യൂ, അതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും ആ ഒരു ടെൻറ്റേറ്റീവ് വേർഷനകത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ അതാണ് അപ്പം വർക്കിംഗ് ഫേസിൽ നടക്കുന്നത്. ഫെച്ച് ചെയ്യുന്നു ഡേറ്റ ഐറ്റത്തിനെ, ദെൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഫേസ് എന്ന് വെച്ചാൽ വാലിഡേഷൻ ഫേസ്. വാലിഡേഷൻ ഫേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ ക്ലോസ് ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പോഴേക്കും ട്രാൻസാക്ഷൻ എന്താണെന്ന് വെച്ചാൽ വാലിഡേറ്റ് ചെയ്യാൻ പോകും. അതായത് അതിനകത്ത് അത് യൂസ് ചെയ്തേക്കുന്ന ട്രാൻസാക്ഷനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഒബ്ജക്ട്സ്, ആ ഒബ്ജക്റ്റിനകത്ത് നടന്ന ഓപ്പറേഷൻസിനകത്ത് എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ വന്നിട്ടുണ്ടോ എന്ന്, അതായത് വേറെ ട്രാൻസാക്ഷൻസുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫേസ് എന്ന് വെച്ചാൽ അപ്ഡേറ്റ് ഫേസ്. അപ്ഡേറ്റ് ഫേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാലിഡേഷൻ ഫേസിൽ വാലിഡേറ്റ് ആയ ട്രാൻസാക്ഷൻ വാലിഡേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ഫേസിൽ വരും. അപ്ഡേറ്റ് ഫേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ ചേഞ്ചസും റെക്കോർഡ് ചെയ്ത് പെർമനൻറ്റ് സ്റ്റോറേജ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സോ വാലിഡേഷൻസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ട്രാൻസാക്ഷൻസിന് 3 ഫേസസ് ഉണ്ട്: വർക്കിംഗ്, വാലിഡേഷൻ ആൻഡ് അപ്ഡേറ്റ്. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു ഫിഗറിനകത്ത് നമ്മൾ TV എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷനാണ് വാലിഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ T1, T2, T3 ആണ്
ഏർലിയർ കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ, ടി വിയെക്കാട്ടിലും മുന്നേ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ്. ദെൻ ആക്റ്റീവ് 1ഉം ആക്റ്റീവ് 2ഉം ഇപ്പോൾ കറൻ്റ്ലി ആക്റ്റീവാണ്. ഇനി ടി വി കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ആയിരിക്കും അത് കമ്മിറ്റ് ആവുന്നത്. ഓക്കെ. സോ ഒരു വാലിഡേഷൻ ആക്ച്വലി യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പം വാലിഡേഷൻ ആക്ച്വലി എൻഷുർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റുകളൊന്നും ഉണ്ടാവാതെ ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ സീരിയലി ഇക്വലൻ്റ് ആയി ബാക്കിയുള്ള ഓവർലാപ്പിംഗ് ട്രാൻസാക്ഷൻസുമായിട്ട് സീരിയലി ഇക്വലൻ്റ് ആയി, അതായത് ആ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് വാലിഡേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അപ്പം ഇൻ ഓർഡർ ടു അസിസ്റ്റ് വാലിഡേഷൻ ഓരോ ട്രാൻസാക്ഷനിനും ഒരു ട്രാൻസാക്ഷൻ നമ്പർ കൊടുക്കും. ആ നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡേഷൻ ഫേസിലോട്ട് എൻ്റർ ചെയ്യുന്ന ടൈമിലായിരിക്കും കൊടുക്കുന്നത്. ഇനി ഇഫ് ദ ട്രാൻസാക്ഷൻ ഇസ് വാലിഡേറ്റഡ് ആൻഡ് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി ഇറ്റ് റീറ്റെയിൻസ് ദിസ് നമ്പർ. ഓക്കെ, ഈ നമ്പർ റീറ്റെയിൻ ചെയ്യും. ഇനി സപ്പോസ് ഇഫ് ദ ട്രാൻസാക്ഷൻ ഫെയിൽ, വാലിഡേഷൻ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ ദെൻ ദ ട്രാൻസാക്ഷൻ വിൽ ബി അബോർട്ടഡ്. ഓക്കെ. ഇനി വാലിഡേഷൻ്റെ റൂൾസ്, അതായത് ഒരു വാലിഡേഷൻ ടെസ്റ്റ് വരുമ്പം നടക്കുന്ന കാര്യങ്ങൾ. വാലിഡേഷൻ ടെസ്റ്റ് വരുമ്പോഴേക്കും ടി വി എന്ന് പറയുന്നൊരു വാലിഡേഷൻ അത് ആക്ച്വലി അത് നടത്തിയ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് വാലിഡ് ആണോ അല്ലേ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ ടി വി എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷനുണ്ട്, ടി ഐ എന്ന് പറയുന്ന ടി വിയുടെ ഓവർലാപ്പിംഗ് ട്രാൻസാക്ഷനുണ്ട്. അപ്പോൾ ഈ രണ്ട് ട്രാൻസാക്ഷൻസിനകത്തും നടന്ന ഓപ്പറേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് വാലിഡേഷൻ റൂളിൽ. ഓക്കെ. അപ്പം ടി വി എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷനുണ്ട്, ടി ഐ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ. ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് റീഡ് റൂൾ എന്നാണ് പറയുന്നത്. റൈറ്റ് റീഡ് റൂളിനകത്ത് ടി വി റൈറ്റ് ചെയ്യുന്നു, ടി ഐ റീഡ് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് റൂൾ അനുസരിച്ച് ടി ഐ ട്രാൻസാക്ഷൻ മസ്റ്റ് നോട്ട് റീഡ് ഒബ്ജക്റ്റ് റിട്ടേൺ ബൈ ടി വി. ടി വി റൈറ്റ് ചെയ്ത ഒരു ഡേറ്റ ഐറ്റത്തിനെയും ടി ഐ റീഡ് ചെയ്യരുത്. അതാണ് ഫസ്റ്റ് റൂൾ. ദെൻ സെക്കൻഡ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് റൈറ്റ്, അതായത് ടി വി മസ്റ്റ് നോട്ട് റീഡ് ഒബ്ജക്റ്റ് റിട്ടേൺ ബൈ ടി ഐ. അതായത് ടി ഐ റൈറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ ഒരിക്കലും ടി വി റീഡ് ചെയ്യരുത്. അതാണ് സെക്കൻഡ് റൂൾ. ഓക്കെ. ദെൻ തേർഡ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഐ റൈറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ടി വിയും റൈറ്റ് ചെയ്യരുത്, ടി വി റൈറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ടി ഐയും റൈറ്റ് ചെയ്യരുത്. അതാണ് റൈറ്റ് റൂൾ. ഓക്കെ. അപ്പോൾ ഈ ഒരു 3 റൂളിൻ്റെ ബേസിലാണ് വാലിഡേഷൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി വാലിഡേഷൻ ശരിക്കും 2 ടൈപ്പാണുള്ളത്, ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഈ 3 റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 3 റൂൾസിൻ്റെയും ബേസിസിൽ ഏതെങ്കിലും ഒരു റൂള് വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചായിരിക്കും നെക്സ്റ്റ് അബോർട്ട് ചെയ്യണോ അതോ വെയിറ്റ് ചെയ്യണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് 2 വാലിഡേഷൻ നോക്കാം, ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വാലിഡേഷൻ. ഫസ്റ്റ് വൺ ബാക്ക്വേർഡ് വാലിഡേഷൻ. അപ്പോൾ ഒരു പേര് പറയുന്ന കണക്ക് തന്നെയാണ്, നമുക്ക് ഏതാണ് ചെക്ക് ചെയ്യേണ്ട വാലിഡേഷൻ, അതായത് വാലിഡേറ്റ് ചെയ്യേണ്ട ട്രാൻസാക്ഷനും ദെൻ അതിൻ്റെ മുന്നേ ഉണ്ടായിട്ടുള്ള അതിൻ്റെ പ്രിസീഡിങ് ആയിട്ടുള്ള ഓവർലാപ്പിംഗ് ട്രാൻസാക്ഷൻസ് തമ്മിലായിരിക്കും ചെക്ക് ചെയ്യുന്നത്. സേ എക്സാമ്പിൾ ടി വി ആൻഡ് ടി ഐ. സോ ടി വി നടക്കുന്നതിന് മുന്നേ നടന്ന ട്രാൻസാക്ഷൻ ആയിരിക്കും ടി ഐയുടെ. ടി വി നടക്കുന്നതിന് മുന്നേ നടന്ന ട്രാൻസാക്ഷൻ ആയിരിക്കും ടി ഐ. ഓക്കെ. സോ അപ്പം നമുക്ക് ഈ പറഞ്ഞ 3 റൂൾസും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് റീഡ് റൂളാണ്. അതായത് ടി ഐ എന്ന് പറയുന്നത് ടി വി നടക്കുന്നതിന് മുന്നേ നടന്നതാണ്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ റൂള്, അതായത് ഫസ്റ്റ് റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഐ ടി വിയെക്കാട്ടിലും മുന്നേ നടന്നൊരു ഓപ്പറേഷൻ ആയതുകൊണ്ട് റീഡ് ഓപ്പറേഷൻ എന്തായാലും അതിന് മുന്നേ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ. സോ അതുകൊണ്ട് ഫസ്റ്റ് റൂള് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതാണ് ആദ്യം പറയുന്നത്.
all the read operations of early overlapping transactions were performed before the validation of TV start. TV സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് മുന്നേ ഉള്ള അതായത് TIയുടെ എല്ലാ റീഡ് ഓപ്പറേഷൻസും പെർഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരിക്കലും ഒരു റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി സെക്കൻഡ് റൂളിൻ്റെ കേസ് നമുക്ക് നോക്കാം. അതായത് TI അപ്പം ടി വിക്ക് മുന്നേ വന്നൊരു ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് TI റൈറ്റ് ചെയ്തൊരു വാല്യൂവിനെ പക്ഷേ TV യൂസ് ചെയ്യാം അല്ലെങ്കിൽ TV റീഡ് ചെയ്യാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് റൂളിനകത്ത് പ്രോബ്ലം വന്നു. സെക്കൻഡ് റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതാണ് പറയുന്നത്. അതായത് the validation of transaction TV checks whether its read set overlap with any of the write set of early overlapping transaction. അപ്പോൾ അതായത് TI റൈറ്റ് ചെയ്ത ഡേറ്റയെ വേണമെങ്കിൽ TV റീഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ ആ ഒരു റൂൾ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ അബോട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു വാലിഡേഷൻ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അതായത് മേ ബി സെക്കൻഡ് റൂള് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്, സെക്കൻഡ് റൂളിൽ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. അപ്പം ആ വാലിഡേഷൻ മിസ്റ്റേക്കായി. സോ ആ ട്രാൻസാക്ഷൻസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനൊരു കേസ് വരുവാണെങ്കിൽ, അപ്പം ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വാലിഡേഷൻ ഫെയിലായി. സോ ഇപ്പം നമ്മൾ വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസാക്ഷൻ നോർമലി അബോട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ബാക്ക്വേർഡ് വാലിഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഫോർവേഡ് വാലിഡേഷൻ്റെ കേസിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫോർവേഡ് വാലിഡേഷൻ്റെ കേസിൽ TV എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടാണ് TI എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ വരുന്നത്. അതായത് TV അത് വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് TI ആക്റ്റീവായിട്ടേ ഉണ്ടാവും. അതായത് TI എന്ന് പറയുന്നത് ജസ്റ്റ് വർക്കിംഗ് ഫേസിലായിരിക്കും ഉണ്ടാവാവുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് ഓരോ റൂളും സാറ്റിസ്ഫൈഡ് ആവുമെന്ന് നോക്കാം. അപ്പം അങ്ങനെ വരുന്ന കേസിൽ ഫോർവേഡ് വാലിഡേഷൻ എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് റൂൾ എന്ന് പറയുമ്പം റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് TV റൈറ്റ് ചെയ്ത ഡേറ്റയെ TI റീഡ് ചെയ്യുന്ന കേസ്, TV റൈറ്റ് ചെയ്ത ഡേറ്റയെ TI റീഡ് ചെയ്യുന്ന കേസ് ചിലപ്പം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൂള് സാറ്റിസ്ഫൈഡ് ആവാതിരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ ഒരു മിസ്റ്റേക്ക് വന്നു. അതായത് TV എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്ത ഡേറ്റയെ TI എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ, അതായത് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഓവർലാപ്പിംഗ് ട്രാൻസാക്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അവിടെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. സോ ഫസ്റ്റ് റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, സോ അതാ പറയുന്നത്. ഫോർവേഡ് ട്രാൻസാക്ഷൻ ആക്ച്വലി ചെക്ക് ചെയ്യുന്നത് എന്താണ്, ലേറ്റർ ആയിട്ടുള്ള ഓവർലാപ്പിംഗ് ട്രാൻസാക്ഷൻസിനെയാണ് ചെക്ക് ചെയ്യുന്നത്, വിച്ച് ഈസ് കറൻ്റ്ലി ആക്റ്റീവ്. അപ്പം നമ്മൾ പറയുന്ന ഫസ്റ്റ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റൈറ്റ് സെറ്റ് ഓഫ് TV ഈസ് കമ്പയർഡ് വിത്ത് ദ റീഡ് സെറ്റ് ഓഫ് ഓർ ഓവർലാപ്പിംഗ് ആക്റ്റീവ് ട്രാൻസാക്ഷൻ. അപ്പം ആ ഒരു റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, കാര്യം റീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഫസ്റ്റ് റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദെൻ സെക്കൻഡ് റൂളിൻ്റെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, റീഡ് റൈറ്റ് ആണ്. റീഡ് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് TV നേരത്തെ വന്നൊരു ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് റീഡ് ഫേസ് കംപ്ലീറ്റ് ചെയ്ത് കാണും. TIക്കകത്ത് TV കംപ്ലീറ്റഡ് ആവാത്തത് കൊണ്ട് റൈറ്റ് ഫേസ് കംപ്ലീറ്റഡ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ സെക്കൻഡ് റൂള് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, so rule 2 is automatically fulfilled because the active transaction do not write until after TV has completed. ഓക്കെ, അപ്പോൾ റൂൾ 2 ഇതാണ്. അപ്പോൾ റൂൾ 1ൻ്റെ കേസിൽ മാത്രമാണ് പ്രോബ്ലം വരുന്നത്. പിന്നെ റൈറ്റ് മൂന്നാമത്തെ റൂളിനകത്ത് ബാക്ക്വേർഡിലാണെങ്കിലും ഫോർവേഡിലാണെങ്കിലും പ്രോബ്ലം വരത്തില്ല. കാര്യം രണ്ടും റൈറ്റ് ഓപ്പറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ
രണ്ടും ഏതെങ്കിലും ഒന്ന് കമ്മിറ്റ് ആയിരിക്കണം, രണ്ടും റൈറ്റ് ഫേസിലായിരിക്കണം അല്ലെങ്കിൽ അപ്ഡേറ്റ് ഫേസിലായിരിക്കണം. അത് നടക്കാത്തത് കൊണ്ട് തേർഡ് റൂൾ ബാക്ക്വേർഡിനാണെങ്കിലും ഫോർവേഡിനാണെന്നുണ്ടെങ്കിലും നടക്കില്ല. ഓക്കെ, സോ അപ്പം ഫോർവേഡിൻ്റെ കേസിൽ ഫസ്റ്റ് റൂള് വയലേറ്റ് ചെയ്തു, ബാക്ക്വേർഡിൻ്റെ കേസിൽ സെക്കൻഡ് റൂള് വയലേറ്റ് ചെയ്തു. ഫോർവേഡിൻ്റെ കേസിൽ ഫസ്റ്റ് റൂള് വയലേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ മേ ബി എന്ത് സംഭവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പം ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ സൊല്യൂഷൻസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ആ വാലിഡേഷൻ കുറച്ചൊന്ന് ഡിലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ 2 ട്രാൻസാക്ഷൻസ് സബ്മിറ്റ് ചെയ്യാം അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ആക്റ്റീവ് ട്രാൻസാക്ഷൻസിനെ അബോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വാലിഡേറ്റ് ചെയ്ത ട്രാൻസാക്ഷനെ കമ്മിറ്റ് ചെയ്യുന്ന രീതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വാലിഡേഷന് ചെക്ക് ചെയ്തേക്കുന്ന ട്രാൻസാക്ഷനെ അബോർട്ട് ചെയ്യുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലുള്ള കോൺഫ്ലിക്റ്റിംഗ് ട്രാൻസാക്ഷൻസ് എല്ലാം അബോർട്ട് ചെയ്യേണ്ടി വരും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കോൺഫ്ലിക്റ്റിംഗ് ട്രാൻസാക്ഷൻസ് എല്ലാം അബോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഈ 3 ഓൾട്ടർനേറ്റീവ്സ് ആണ് ഫോർവേഡ് വാലിഡേഷനകത്തുള്ളത്. ഒന്നുകിൽ ഡിലേ ചെയ്തിട്ട് ചെയ്യുന്ന രീതി, അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് ആക്റ്റീവ് ട്രാൻസാക്ഷൻസ് അബോർട്ട് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്യുന്ന രീതി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് വാലിഡേഷൻ്റെ കമ്പാരിസൺ ആണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർവേഡിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ ദാൻ ബാക്ക്വേർഡ് ബിക്കോസ് 2 സൊല്യൂഷൻസ് ഉണ്ട്. അത് ഒന്നെങ്കിൽ ഡിലേ ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ അബോർട്ട് ചെയ്യുക എന്നുള്ള രീതി. ബട്ട് ബാക്ക്വേർഡിനകത്താണെങ്കിൽ എന്താണെങ്കിലും വാലിഡേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്യുക എന്നുള്ളൊരു രീതി മാത്രമേ ഉള്ളൂ. ഇനി ബാക്ക്വേർഡ് വാലിഡേഷൻ്റെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് റൈറ്റ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്തേണ്ടി വരും. അപ്പം അതിൻ്റെ കുറച്ച് ഓവർ ഹെഡ് ഉണ്ട്. ഫോർവേഡ് വാലിഡേഷൻ ആകുമ്പം കറൻ്റ്ലി ആയിട്ടുള്ള സ്മോൾ റൈറ്റ് സെറ്റ് ഡേറ്റ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. റീഡ് സെറ്റും അതേ കണക്ക് തന്നെ ആയിരിക്കും, സ്മോൾ ഡേറ്റ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ന്യൂ ട്രാൻസാക്ഷൻസിൻ്റെ ആകുമ്പം വലിയൊരു ഓവർ ഹെഡ് വരത്തില്ല കമ്പാരിറ്റീവ്ലി. ഓക്കെ, ഇത്രയേ ഉള്ളൂ കമ്പാരിസൺ. അപ്പോൾ ഒപ്റ്റിമിസ്റ്റിക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.